മറാഠി എന്ന ഇനാണ്, രാജസ്ഥാൻ്റെയാണിത്, പ്രധാന ഇനാണ്. നല്ല കറവക്കാലം കിട്ടുന്ന പശുവാണ്. ഇത് പശുക്കുട്ടിയാണ് കിട്ടിയത്. മിക്കവാറും അങ്ങനെയാണ്. ഒരു 3-4 മാത്രം മൂരിക്കുട്ടികൾ കിട്ടിയിട്ടുള്ളൂ. അതെ. അവൈലബിൾ ആണ്, 7 അവൈലബിൾ ആണ് ഇപ്പോൾ. നമസ്കാരം സുഹൃത്തുക്കളെ, നമ്മുടെ ഓർഗാനിക് കേരളത്തിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറച്ച് കാലമായി നിങ്ങളെല്ലാവരും ആവശ്യപ്പെട്ടിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്നത്തെ ഈ ആഴ്ചയിലൂടെ നമ്മൾ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അതായത് നമ്മൾ നാടൻ പശുക്കളുടെ ഒരു വീഡിയോ ചെയ്യണമെന്ന് കുറേ കാലമായി. നമ്മുടെ ഏത് വീഡിയോ ഇട്ടാലും അതിൻ്റെ അടിയിലൊരു കമൻറ്റ് ഉണ്ടായിരിക്കും, എത്രയും പെട്ടെന്നൊരു നാടൻ പശുവിൻ്റെ ഒരു വീഡിയോ ചെയ്യാമോ എന്നുള്ളത്. അപ്പോൾ ഇന്ന് നമ്മൾ നാടൻ പശുക്കളുടെ ഒരു നല്ല വീഡിയോ ചെയ്യാനാണ് വന്നിട്ടിരിക്കുന്നത്. ഇന്ന് നമ്മൾ തൃശ്ശൂർ ജില്ലയിലെ കേച്ചേരിയിലാണ്. ഈ നാടൻ പശുക്കളുടെ ഈ വീഡിയോ ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത്, ഈ നമ്മൾ പരിചയപ്പെടുത്താൻ പോണ വ്യക്തിയെ പ്രത്യേകിച്ച് നിങ്ങളോട് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ആളാണ്. നമ്മുടെ ഹരിശങ്കർ തിരുമേനിയാണ് പുത്തില്ലത്തെ. അപ്പോൾ ഹരിശങ്കർ തിരുമേനി സജീവമായിട്ട് ഈ നാടൻ പശു സംരക്ഷണവും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറേ കാലമായിട്ട് നമ്മളുടെ എല്ലാവരുടെയും ഇടയിലുണ്ട്. അദ്ദേഹം വളരെ ജെനുവിനായിട്ട് പശുക്കളെ നോക്കുകയും അല്ലെങ്കിൽ അവയെ സമീപിച്ച് അവയുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് അഹോരാത്രം പ്രയത്നിക്കുന്ന ഒരാൾ കൂടിയാണ് നമ്മുടെ തിരുമേനി. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തിരുമേനിയോട് ചോദിച്ച് മനസ്സിലാക്കാം എന്തൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ. നല്ലൊരു കളക്ഷൻ തന്നെ ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടി നമുക്ക് കാണാം. അതോടൊപ്പം ഈ നാടൻ പശുക്കളുടെ വിശേഷങ്ങളും ഇതിനെ നിലനിർത്തേണ്ട ആവശ്യകതയും എല്ലാം തന്നെ നമുക്ക് നല്ല രീതിയിൽ തിരുമേനിയോട് ചോദിച്ച് മനസ്സിലാക്കാം. തിരുമേനി, അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. കുറേ കാലമായി തിരുമേനിയുടെ അടുത്ത് വരണം, എന്തൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ അറിയണം എന്ന് തീരുമാനിച്ചിരിക്കുന്നു. ഇപ്പോഴാണ് സാധിച്ചത്. പിന്നെ എന്തൊക്കെയാണ് ഇവിടെ ഇങ്ങനെ നാടൻ പശുവിൻ്റെ ഈ ഒരു സംരക്ഷണവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മുടെ ഈ പുത്തില്ലത്ത് ചെയ്യുന്നത്? ഇവിടെ നാടൻ പശു ഞാൻ തുടങ്ങിയത് 2008-ലാണ്. 2008-ൽ തുടങ്ങി. അതെ. അപ്പോൾ ഏകദേശം 11 വർഷം 12 വർഷമായി. അതെ അതെ. 2007 ഞങ്ങളുടെ കുലഗുരു രാഘവേന്ദ്ര ഭാരതികൾ കർണാടക സംസ്ഥാനത്ത് ഷിമോഗ ജില്ലയിൽ രാമചന്ദ്രപുരത്തിൽ അദ്ദേഹം വിശ്വമഹാഗോസമ്മേളനം നടത്തിയത് 2007 ഏപ്രിൽ മെയ് മാസത്തിൽ. അവിടുന്നാണ് നാടൻ പശുവിലേക്ക് തിരിയാനുള്ളൊരു പ്രചോദനം. അതിനു മുമ്പ് ഇല്ലത്തെല്ലാം സങ്കരയിനം പശുക്കളായിരുന്നു. അതെ. ഈ സമ്മേളനത്തിൽ പങ്കെടുത്ത് ശേഷമാണ് ഒരു വഴിത്തിരിവുണ്ടായത്. അന്ന് 2007 ഇന്ത്യൻ നാഷണൽ ബ്യൂറോ ഓഫ് അനിമൽ ജനറ്റിക് റിസോഴ്സസ് കർണാലിലുള്ള സ്ഥാപനമാണ്, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അണ്ടറിലുള്ളതാണ്. അത് അംഗീകരിച്ചിട്ടുള്ള 38ഓളം ഇനങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. അതെ, 2 ജോഡി ഓരോ ഇനവും ഭാരതത്തിൽ അന്ന് ഈ ബ്യൂറോ അംഗീകരിച്ചിട്ടുള്ള എല്ലാ ഇനങ്ങളും അതിൻ്റെ കാളകളും ഈ 2 ജോഡി വീതം ഉണ്ടായിരുന്നു. നമ്മൾ ആദ്യമായിട്ട് ഇവിടെ കൊണ്ടുവന്ന നാടൻ ഇനം ഏതാണ്? ആദ്യമായിട്ട് ഞാൻ കൊണ്ടുവന്നത് കാസർഗോഡ് ഇനത്തിൽപ്പെട്ട കപില എന്ന അപൂർവമായിട്ടുണ്ടാവുന്ന ഒരു നാടൻ പശുവിനെയാണ് ആദ്യമായിട്ട് കൊണ്ടുവന്നത്. അത് നിലവിൽ ഇപ്പോൾ ഇവിടെ ഉണ്ടോ? അതിപ്പോഴും ഉണ്ട്. ഇപ്പോഴും ഉണ്ട്. അപ്പൊ നമ്മൾ ആദ്യം തുടക്കം മുതലുള്ള പശുക്കളെല്ലാം തന്നെ ഇവിടെ ഉണ്ട്. കൂടുതലായിട്ട് ഇങ്ങോട്ട് വന്നുകൊണ്ടേ ഇരിക്കുന്നേ ഉള്ളൂ. അതെ, അത് ഞാൻ എൻ്റെ ഒരു ഐശ്വര്യം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഏകദേശം എത്ര ഇപ്പൊ നമ്മുടെ ഈ പുത്തില്ലത്ത് എത്ര നാടൻ ഇനങ്ങളുണ്ട്? ഒരു 6 ഇനത്തിലായിട്ട് 15-ലധികം പശുക്കളുണ്ട്. 15-ലധികം പശുക്കളുണ്ട്. പശുക്കളും കുട്ടികളും ഉണ്ട്. കുട്ടികളുമായിട്ട് ഇവിടെ അല്ലേ? അപ്പൊ ഈ ഹൈബ്രിഡ് ഏതെങ്കിലും ഉണ്ടോ? അപ്പൊ ഹൈബ്രിഡ് പഴയത് ഒരെണ്ണത്തിന്റെ 2 കുട്ടികളുണ്ട്. 2 കുട്ടികൾ. അതിനും അടുത്ത് തന്നെ മാറ്റും. അപ്പൊ നമുക്ക് 15ഓളം നാടൻ ഇനങ്ങളെ നമ്മൾ നിലവിൽ ഇവിടെ ചെയ്യുന്നുണ്ട് അല്ലേ? ഈ നാടൻ പശു സംരക്ഷണവുമായി ബന്ധപ്പെട്ടിട്ടേ നമ്മൾ എന്തെങ്കിലും കാര്യമായ പ്രവർത്തനങ്ങൾ ഇപ്പൊ നടക്കുന്നുണ്ടോ? എന്താണ്? സൈലന്റ് ആയിട്ടാണ് നടക്കുന്നത്. അതെ, അത് നമ്മൾ കൊട്ടി ഒഴിച്ചിട്ട് ചെയ്യാറില്ല. കാരണം അത് പല പ്രശ്നങ്ങളും ഉണ്ടാവാറുണ്ട് അതിന്. അതുകൊണ്ടാണ് അങ്ങനെ നമ്മൾ ഒരു പബ്ലിസിറ്റി കൊടുത്ത് ചെയ്യാത്തത്. തിരുമേനി ഇപ്പോൾ പറഞ്ഞല്ലോ ഇവിടെ ഏകദേശം ഒരു 6ഓളം വെറൈറ്റികൾ ഉണ്ട് എന്നുള്ളത്. ഏതൊക്കെ വെറൈറ്റികളാണ് ശരിക്കും ഇവിടെ ഉള്ളത്? ഇവിടെ ഉള്ളത് പ്രധാനമായിട്ട് ഗീർ, വെച്ചൂര്, പിന്നെ കാസർഗോഡ് കുള്ളൻ, വില്വാദ്രി, പിന്നെ സഹിവാള്, റെഡ് സിന്ധി. നമ്മുടെ ഈ ഗിറിനൊക്കെ ശരിക്കും നോർത്ത് ഇന്ത്യയിൽ പോയിട്ട് കൊണ്ടുവന്നത് തന്നെയാണോ? അതെ, നോർത്ത് ഇന്ത്യയിൽ പോയിട്ട് കൊണ്ടുവന്നു. വടക്ക് ഗുജറാത്തിൽ പോയിട്ട് കൊണ്ടുവന്നതാണ്. നേരിട്ട് കൊണ്ടുവന്നു. നമ്മുടെ തർപ്പർക്കറും റെഡ് സിന്ധിയും ഒക്കെ അതേപോലെ തന്നെ അവിടെ നിന്ന് കൊണ്ടുവന്നാണോ? അതെ, സഹിവാളും റെഡ് സിന്ധിയും അത് രാജസ്ഥാനിൽ പോയിട്ടാണ് കൊണ്ടുപോകുന്നത്.
അതല്ലേ? ഇതിനുമേ എനിക്ക് പ്രധാനമായിട്ട് ചോദിക്കാനുള്ളത്, അതായത് നമ്മൾ ഒരുപാട് ആളുകൾ ഒരു പ്രശ്നം പറയാറുണ്ട്. അതായത് നമ്മുടെ ഈ ഗിറിനെയൊക്കെ കൊണ്ടുവന്നാൽ ഇവിടെ ഇങ്ങനെ ഒന്നും നമുക്ക് കാര്യമായിട്ട് നമ്മളെ പാല് കുറഞ്ഞു പോകും നമ്മളെ കാലാവസ്ഥയിലേക്ക് മാറുമ്പോൾ എന്നുള്ളത്. രണ്ടാമത്തെ ഇവരുടെ പ്രഗ്നൻസിക്ക് ഒരു വലിയ വിഷയം പറയുന്നു. തിരുമേനിയുടെ ഒരു അനുഭവത്തിൽ ഇപ്പൊ ഇത്രയും ഗിറിനെ വളർത്തുന്നുണ്ടല്ലോ, എന്താണ് അതിന് അങ്ങനെ ഒരു വിഷയം ഉണ്ടോ? അതോ അങ്ങനെയുണ്ടെങ്കിൽ അതിനൊരു പരിഹാരം എന്താണ്? അത് നമ്മുടെ കാലാവസ്ഥയുടെ വ്യത്യാസം ഉണ്ട്. അത് പാല് കുറയുന്നുണ്ട്. ഇപ്പോൾ ഞങ്ങൾക്ക് അവിടെ 16 ലിറ്റർ കിട്ടുമെന്ന് പറഞ്ഞ പശു ഇവിടെ വന്നപ്പോൾ 12 ലിറ്ററൊക്കെ കിട്ടി, മാക്സിമം കിട്ടിയിട്ടുള്ളൂ പീക്ക് ഈൽഡിൽ. അത് നമ്മുടെ കാലാവസ്ഥയുടെ വ്യത്യാസമാണ്. കാരണം ഈർപ്പം കൂടിയ കാലാവസ്ഥയാണ് നമ്മുടെ, ഹ്യൂമിഡിറ്റി കൂടുതലാണ് കേരളത്തിൽ. നേരെ കുറച്ച് പാലക്കാട് ചെന്നാൽ ചിലപ്പോൾ ആ പാല് കിട്ടിയെന്ന് വരും, കാരണം അവിടെ അത്ര ഹ്യൂമിഡിറ്റി ഇല്ല. പാലക്കാട് തമിഴ്നാട് ബോർഡർ കേരളത്തിലെ തന്നെ വ്യത്യസ്ത പ്രദേശങ്ങളിൽ വ്യത്യസ്ത രീതിയിലാണ്. കിട്ടും. ചൂട് കൂടിയ പ്രദേശത്ത് പാല് കൂടുതൽ കിട്ടുന്നുണ്ട്. പിന്നെ അത് മാത്രമല്ല, ഇവരെ തുറന്നിട്ട് വളർത്തുമ്പോഴുള്ള ഒരു ഇതും കൂടി ഇതിൽ അതുണ്ട്. ആ ഒരു സ്വാതന്ത്ര്യം അവർക്ക് ഇതിൽ പാലുൽപാദനത്തിലും സ്വഭാവത്തിലൊക്കെ മനസ്സിലാക്കാൻ പറ്റും. അതും കൂടി സ്വാധീനിക്കുന്നുണ്ട്. ശരിക്കും നമ്മളിവിടെ ഇങ്ങനെ കൊണ്ടുവന്നപ്പോ തർപ്പറക്കുണ്ട്, റെഡ് സിന്ധി ഉണ്ട്, ഗിറുണ്ട്. താർപ്പാർക്കറില്ല, മറ്റേ സഹിവാളും റെഡ് സിന്ധിയും ഗിറും. ഇവര് മൂന്നും കൂടി വെച്ച് നോക്കുമ്പോ നമുക്ക് ഇവിടെ പാല് കൂടുതൽ കിട്ടുന്നത് ഗിറിന് തന്നെയാണോ? അതെ, ഗിറിന്. അതെ അല്ലേ? ഓ, അപ്പൊ ഗിർ തന്നെയാണോ നമുക്ക് കേരളത്തിന് നോർത്ത് ഇന്ത്യയിൽ നിന്ന് കൊണ്ടുവരികയാണെങ്കിൽ ഗിറാണ് യോജിച്ചൊരു പശു എന്ന് വേണമെങ്കിൽ. അതെ. പിന്നെ അതിലെന്താ വെച്ചാൽ ചില ഗീർ പശുക്കൾക്ക് ചെന പിടിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അത് എല്ലാറ്റിനും ഒന്നും പറയുന്നില്ല, ചിലതിനുണ്ട്. അത് കാളന്നെ വേണം എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഇപ്പം എൻ്റെ ഒരെണ്ണം അങ്ങനെ ഉണ്ടായിരുന്നു. അവസാനം പിന്നെ ട്രീറ്റ്മെൻ്റ് ഒക്കെ ചെയ്തിട്ടാണ് അത് ചെന പിടിച്ചത്. നേരെ കുറച്ച് സഹിവാളിനും അതുപോലെ റാട്ടി എന്നതിനുണ്ട്. അതിൻ്റെ ഒരു കുട്ടി എൻ്റെ കയ്യിലുണ്ട്. അതിനൊന്നും ഈ പ്രശ്നമില്ല. ഇല്ല. ശരിക്കും ഇപ്പൊ നോർത്ത് ഇന്ത്യൻ പശുക്കളെയും നമ്മൾ വളർത്തുന്നുണ്ട്, കേരളത്തിലെ പശുക്കളെയും വളർത്തുന്നുണ്ട്. യഥാർത്ഥത്തില് ശരിക്കും തോന്നിയിട്ടുള്ളത് ഏറ്റവും കൂടി എളുപ്പത്തിൽ ഇടപഴകാൻ എളുപ്പം നമ്മളെ കേരളത്തിലുള്ളവരാണോ അതോ നോർത്ത് ഇന്ത്യക്കാരാണോ? കേരളത്തിലെ ഇനങ്ങൾ കുറച്ചൊരു അഗ്രസീവാണ്. അതെ, കുറച്ച് ഒരു പേടി, ഒരു വെപ്രാളൊക്കെയുള്ള ടൈപ്പാണ്. നേരെ കുറച്ച് നോർത്ത് ഇന്ത്യൻ, വടക്കേ ഇന്ത്യൻ പശുക്കൾ അത്രയില്ല. ആർക്ക് വേണമെങ്കിൽ കൊണ്ടു കിടക്കാം, അങ്ങനത്തെ പശുക്കളാണ്. അപൂർവം 1-2 ഉണ്ട്, ഇല്ല എന്ന് പറയില്ല. ആ ഒരു പ്രത്യേകതയുണ്ട്. പിന്നെ ഈ അഴിച്ചുവിട്ട് വളർത്തുന്നതിന്റെ ഒരു സ്വാതന്ത്ര്യം, ആ ഒരു സ്വാധീനമുണ്ട്. അത് വലിയൊരു ഘടകം തന്നെയാണ് അതിൽ. ശരി, അപ്പൊ ഒരു കാര്യം ചെയ്യാം, നമുക്കേ തിരുമേനിയുടെ ഈ പശുക്കളെ ഒന്ന് പരിചയപ്പെടാം, എന്നിട്ട് നമുക്ക് ഇവരെ കൂടുതൽ വിശേഷങ്ങളിലേക്ക്. ആയിക്കോട്ടെ. ഓക്കെ. നമ്മള് ആരെയാണ് ആദ്യം പരിചയപ്പെടുന്നത്? ഇതാണ് ഞാൻ ആദ്യമായിട്ട് വാങ്ങിയ കപില പശു അല്ലേ? ഓ, ഇത് ഏകദേശം 10-11 വർഷങ്ങൾക്ക് മുൻപ് വന്ന ആളാണ് അല്ലേ? അതെ. ഇത് എവിടുന്നാ തിരുമേനി ഇവിടെ വാങ്ങിച്ചത്? ഇത് ബജഗുഡ്ലു, ബദിയടുക്കയിലെ ബജഗുഡ്ലു അമൃതധാര ഗോശാല. അമൃതധാര ഗോശാല എന്നാണ്, അവിടുന്നാണ് അറേഞ്ച് ചെയ്തത്. അതല്ലേ? ഇവൾക്കിപ്പോ എത്ര വയസ്സായിട്ടുണ്ടാവും? ഇവൾക്ക് എങ്ങനെ പോലും ഒരു 12 വയസ്സിൽ വീതുണ്ടാവും. ഇവിടെ വന്നിട്ട് ഇവിടെ വന്നിട്ട് ഇത് 5ാമത്തെ ചെനയാണ്. 5ാമത്തെ ചെനയാണ്. അതെ. ഇവിടെ വന്നിട്ട് കൊണ്ടുവരുമ്പോ ഒരു കുട്ടി ഉണ്ടായിരുന്നു. അപ്പൊ 6ാമത്തെ ആയിരിക്കും മിക്കവാറും. എല്ലാ ലക്ഷണങ്ങളും ഉണ്ട് അല്ലേ? അതെ. കണ്ണായാലും അല്ലേ? അതെ. ഒക്കെ നല്ല സ്വർണ്ണ കളറാണ്. ഇത് നമ്മുടെ കേരളത്തിന്റെ അഭിമാനം, വെച്ചൂർ പശു. അതെ. ഇത് ഏറ്റവും ചെറിയ ഹൈറ്റ് എൻ്റെ ഉള്ളത്. ഇത് V820 എൻ്റെ നമ്പർ, മണ്ണുത്തി യൂണിവേഴ്സിറ്റി. ഇത് ജോയിച്ചെന്ന് പറഞ്ഞ ആളുടെ നിന്നാണ് ഞാൻ വാങ്ങിയത്. എരുമപ്പെട്ടിന്ന് വാങ്ങിയതാണ്. ഒരു വർഷമായി. നല്ല ഇണക്കമുണ്ട് അല്ലേ? അതെ, നല്ല ഇണക്കമുള്ള. അതെ. ഇപ്പൊ ഒരു 6ാമത്തെ 7ാമത്തെ ഉണ്ടാവും. അല്ല, എൻ്റെ ആദ്യത്തെയാണ്. അതെ. ഇത് നമ്മുടെ കേരളത്തിന്റെ തൃശ്ശൂർ ജില്ലയുടെ അഭിമാനം, വില്വാദ്രി. ക്ഷീണത്തിലാണ്, ചർമ്മമുഴ രോഗം വന്നിട്ട് എന്താ കയ്യിൽ നിന്ന് പോകുന്നു വിചാരിച്ച പശുണ്ട്. അതിന്റെ വിൽ പവർ കൊണ്ട് രക്ഷപ്പെട്ടാണ്, പ്രതിരോധ ശക്തി കൊണ്ട്. യാതൊരു സംശയമില്ല, ഞാൻ കയ്യിൽ നിന്ന് പോകുന്നു വിചാരിച്ച പശുവാണ്. ഇതിന് കുറെ വിമർശനങ്ങളൊക്കെ നേരിടേണ്ടി വന്നിട്ടുണ്ട്. കാരണം തിരുമേനി പശുവിനെ നോക്കണില്ല, തള്ളു മാത്രമല്ലോ, വാചാ കസർത്ത് മാത്രമല്ലോ എന്നുണ്ട്.
അപ്പോൾ ഈ ചർമ്മമുഴ ചില പറയുന്നവർക്കേ ഞാൻ പറയുന്നത് തിരുമേനിയുടെ വീട്ടില് നമ്മളെ പുത്തിലത്തൊന്ന് വരണം എന്നുള്ളതാണ്. ഞാൻ അല്ല കാണുന്നുണ്ട്. അത് ഈ ചില ആൾക്കാർക്ക് എന്താ വെച്ചാൽ നമ്മൾ കള്ളത്തരം ചെയ്യാന്നുള്ളൊരു തോന്നലാണ്. അങ്ങനെ ചെയ്യണവരുണ്ട്, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഈ ചർമ്മമുഴ വന്ന് ചില ആൾക്കാർ പറയണത് വളരെ നിസ്സാരമാണ്, അതത്ര വലിയ സീരിയസ് ആയിട്ടുള്ള ഗൗരവമായിട്ടുള്ള വിഷയമല്ല എന്ന് പറയണത്. പക്ഷേ വില്വാതിയിൽ പോലും കോരപ്പത്തി രമേശേട്ടൻ്റെ അവിടെ എല്ലാ പശുക്കൾക്കും വന്നിട്ടുണ്ട്. മിക്കവാറും 90% പശുക്കളും അവരൊക്കെ ഈ നാട്ടുമരുന്നും ഹോമിയോ മരുന്നുമാണ് ചെയ്തിട്ടുള്ളത്. ഞാനും അതന്നെ ചെയ്തത്. ഞാൻ ആദ്യം ഹോമിയോ മരുന്ന് അറിയാൻ വൈകി, അറിഞ്ഞപ്പോൾ അത് തന്നെയാണ് കണ്ടിന്യൂസ് ആയിട്ട് കൊടുത്തത്. ഒരാഴ്ച കൊടുത്തപ്പോഴേക്കും വളരെയധികം വ്യത്യാസം വന്നു. ഈ ഇതേ ഹോമിയോ നമ്മൾ കൊടുക്കുമ്പോഴേ ശരിക്കും എല്ലാ കാര്യങ്ങളും എല്ലാ അസുഖങ്ങൾക്കും ഹോമിയോ മരുന്നുണ്ടോ? 100% എല്ലാ അസുഖങ്ങൾക്കും ഉണ്ട് പശുവിനുള്ളത്. ഈവൻ തൈലേറിയ, അതായത് പൊതുവേ ഈ തൈലേറിയൊന്നും നാടൻ പശുക്കൾക്ക് വരില്ല, എന്നാലും പാലുൽപാദനം കൂടിയ പശുക്കൾക്ക് വരും. ഇപ്പോൾ ഗീർ, റാട്ടി, സഹിവാള അങ്ങനത്തെ പശുക്കൾക്ക് വരും. അത് ഈ ചെള്ള് പരത്തുന്ന അസുഖമാണത്. അത് രക്തത്തിലെ ചുവന്ന രക്താണുക്കൾ കുറഞ്ഞിട്ട് പശു ക്ഷീണിച്ച് ഭക്ഷണം കഴിച്ചാലും പശു ക്ഷീണിക്കും. അതാണ് ആ അസുഖം. അതിന് പോലും ഹോമിയോയിൽ മരുന്നുണ്ട്. തൈലേറിയ, പിന്നെ ബബീസിയോസ്, പിന്നെ അനാപ്ലാസ്മ, അതിന് പോലും ഹോമിയോയിൽ മരുന്നുണ്ട്. അത് കൃത്യമായിട്ട് നമ്മൾ മരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ മാറും, 100% മാറും. ഇപ്പം എൻ്റെ ഒരു സുഹൃത്ത് പത്തനംതിട്ട ഗീർ പശുക്കളെ മാത്രം വളർത്തുന്ന ആളാണ്. ബാൻസുരി ഗോശാല, രജീഷ് എന്ന് പറഞ്ഞ ആളാണ്. ആള് ഗുജറാത്തിൽ ബിസിനസ്സാണ്. ആളൊരു 30ഓളം പശുക്കളെ വളർത്തുന്നുണ്ട്. കാളയുണ്ട് അദ്ദേഹത്തിൻ്റെ കയ്യിൽ, സഹിവാളുണ്ട്, റാട്ടിയുണ്ട്, ഗീറുണ്ട്, 3 ആളുടെ ഒരു 1-2 പശുക്കൾക്ക് ഇങ്ങനെ വന്നിട്ട് ഹോമിയോ മരുന്ന് തന്നെ ട്രീറ്റ് ചെയ്തത്. ഭയങ്കര മാറ്റം ഉണ്ടായിരുന്നു. ആ പശു ഇപ്പോഴും കറന്നുകൊണ്ടിരിക്കുക 1 വർഷമായിട്ടും. ചെനയുണ്ട്, എന്നാലും കറവയുണ്ട്. അത് റാട്ടി എന്നതിനാണ്. അപ്പൊ ശരിക്കും നമുക്ക് ഈ പശുവൊക്കെ എന്ന് പറഞ്ഞാൽ ഹോമിയോ ഇത് യാതൊരു സംശയമില്ല, ഇത് നാടൻ പശു ആയതുകൊണ്ടാണ് ഇഷ്ടപ്പെട്ടത്. ഒരു സങ്കരയിനം പശു ആണെങ്കിൽ ഇത് എപ്പോഴേ പോയിണ്ടാവും. ഇത് നമ്മുടെ നാടൻ പശുക്കളുടെ ഒരു റെസിസ്റ്റിംഗ് പവർ. ഇത് 2ാമത്തെ പ്രസവം. പക്ഷെ ആ സമയത്താണ് ഇത് വന്നത്. അപ്പൊ ആ കുട്ടിയെ രക്ഷിക്കാൻ പറ്റിയില്ല. ഇത്രത്തോളം ക്ഷീണിച്ചു. അതെ, ഇതിലും ക്ഷീണമായിരുന്നു. ഇപ്പോൾ നമ്മൾ പെല്ലറ്റോ മറ്റ് കൃത്രിമ തീറ്റകളോ ഒന്നുമില്ല. ഇനി നമ്മളെ നാടൻ സിന്ധി പശു എന്ന് പറയില്ലേ, ആ പശുവാണ്. വീട്ടുമൃഗങ്ങളിൽ സിന്ധി പശു എന്നൊരു ചൊല്ലുണ്ട്. ആ സിന്ധി പശുവാണത്. ഇതിൻ്റെ ജന്മദേശം ശരിക്കും പാകിസ്ഥാനിലെ സിന്ധ് ജില്ലയാണ്, സിന്ധ് പ്രവിശ്യ. ഇത് ഞാൻ രാജസ്ഥാനിൽ നിന്ന് കൊടുന്നാണ്. അതെ, പ്യൂർ സിന്ധിയാണത്. ഇതിപ്പോ 2ാമത്തെ ചെന. ആദ്യത്തെ ചെനയിലാണ് ഞാൻ കൊണ്ടുവന്നത്. അതെ, അതെ. സിന്ധി റെഡ് സിന്ധി കിട്ടി. അതായത് NDD ഇവിടെ വരുന്നുണ്ട് ഇപ്പോൾ. അതെ, അതെ. അതെ, അതെ. അതെ, അതെ. എത്രത്തോളം പാല് ഇവിടെ കിട്ടുന്നുണ്ട് ഈ റെഡ് സിന്ധിയെ? ഇതിന് അവിടെ പറഞ്ഞിരുന്നു, ഇതിന്റെ തള്ളപ്പശുവിന് 16 ലിറ്റർ അവർ പറഞ്ഞിരുന്നു. അപ്പോൾ ഏകദേശം ആ പാലും നമുക്കിത് കിട്ടുന്നതാണ് വിചാരിച്ചിരുന്നത്. പക്ഷെ നമ്മുടെ കാലാവസ്ഥ കാരണം നമുക്കൊരു ദിവസം ഒരു 12 ലിറ്ററാണ് കിട്ടിയിട്ടുള്ളൂ മാക്സിമം. അതെ, ഇത് വടക്കേ ഇന്ത്യൻ പശുവാണ്, സഹിവാള്. ശരിക്കും ഇതിന്റെ ജന്മദേശം പാകിസ്ഥാനിലെ സഹിവാൾ ജില്ലയാണ്. ശരിക്ക് ഇപ്പോഴത്തെ പാകിസ്ഥാൻ. പണ്ട് നമ്മുടെ ഭാരതം തന്നെ പറയും. അവിടുത്തെ ആ സഹിവാൾ ജില്ലയിൽ ഉരുത്തിരിഞ്ഞ പശുവാണത്. നല്ല പാലുൽപാദനമുണ്ട്, നല്ല ഇണക്കമുള്ള പശുവാണ്. പിന്നെ രോഗപ്രതിരോധ ശേഷി. പാലോ അതോ ഇവിടെ വന്നിട്ട് 2 വർഷമായി. 2 വർഷമായി. അപ്പൊ നമ്മൾ ഇവിടെ വന്നിട്ടുള്ള ആദ്യത്തെ ചെനയാണോ അതോ? അല്ല, ഇതിപ്പോ 2ാമത്തെ. അപ്പൊ നമുക്ക് ഇവിടെ ഒരു കുട്ടിയുണ്ട് അല്ലേ, സഹിവാളിന്റെ കുട്ടിയുണ്ട്. അപ്പൊ എത്ര പാല് കിട്ടിയിരുന്നു? ഇത് നേരത്തെ പറഞ്ഞ റെഡ് സിന്ധിയുടെ അതേ പാല് ഇതിനും കിട്ടിയിട്ടുണ്ട്. പക്ഷെ അവിടെ അവര് പറഞ്ഞത് 16-17 ലിറ്ററാണ് പറഞ്ഞത്. നമുക്ക് നമ്മുടെ കാലാവസ്ഥ നമുക്ക് കിട്ടിയിട്ടില്ല. അത് പീക്ക് ഫീൽഡില് 12 ലിറ്റർ മാക്സിമം കിട്ടിയിട്ടുള്ളൂ. എന്നാലും ഈ റെഡ് സിന്ധിയും സഹിവാളും വെച്ച് നോക്കുമ്പോഴേ ഇച്ചിരി കൂടി കൂടുതൽ നമുക്ക് വളർത്താൻ ഇണക്കും കാര്യങ്ങളൊക്കെ ഏതാണ്? എനിക്ക് തോന്നിയിട്ടുള്ളത് റെഡ് സിന്ധിയാണ്. റെഡ് സിന്ധിയാണ് സഹിവാളിനേക്കാളും. അതെ, അതെ.
ഇതിപ്പോ എത്ര വയസ്സായിട്ടുണ്ടെന്ന് പറഞ്ഞാൽ? ഇതിനിപ്പോൾ ഒരു 5 വയസ്സായിട്ടുണ്ടാവും. 5 വയസ്സായിട്ടുണ്ടാവും. അത്ര തന്നെ ഉണ്ടാവുള്ളൂ. കാരണം ആദ്യത്തെ ചെനയല്ല ഞാൻ കൊടുന്നത്. തിരുമേനി ഇവിടെ ഒരു പശുക്കൾക്കും മൂക്ക് കുത്തിയിട്ടില്ല? ഇല്ല, മൂക്ക് കുത്തിയിട്ടില്ല. അപൂർവം 1-2 എണ്ണത്തിലുള്ളൂ. അതും ഞാൻ കുത്തിയിട്ടല്ല, ഞാൻ മേടിച്ചു കൊടുത്തത് കുത്തിയിട്ട് കൊടുത്തിട്ടുള്ള. പിന്നെ ആൾക്കാരെ വേറൊരു ചിന്താഗതി പശുക്കള് അങ്ങനെ ഉഴുന്നുമണി പോലെ ഇരിക്കണം എന്നാണ്. അങ്ങനെ ഒരു ചിന്താഗതി ഉണ്ട്. അത് തെറ്റായ ചിന്താഗതിയാണത്. അപ്പോൾ ഒരു കറവുള്ള ആരോഗ്യമുള്ള പശുവിന് 2 വാരിയല് കാണാമെന്നാണ് പറഞ്ഞത്. അങ്ങനെയാണ് യൂണിവേഴ്സിറ്റിയിലത്തെ ഡോക്ടർമാരൊക്കെ പറയുന്നത്. ആ, യാതൊരു സംശയമില്ല. കറവുള്ള പശുവിൻ്റെ 2 വാരിയല് വരെ കാണാം. ഇതിൽ പക്ഷെ ഇത്തിരി ക്ഷീണമുണ്ട്. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, നേരത്തെ ചർമ്മമുഴ വന്നിട്ട് ഒന്ന് കയറി വരണുള്ള പശുക്കൾ. അപ്പോൾ ഈ നമ്മുടെ ആരോഗ്യ കോൺസെപ്റ്റ്, മലയാളികളുടെ ആരോഗ്യത്തിൻ്റെ ചിന്താഗതി തീർത്തും തെറ്റാണ്. തടിച്ചു കൊടുത്ത ആൾക്ക് മാത്രമാണ് ആരോഗ്യമുള്ളതെന്നാണ് മലയാളികളുടെ ചിന്താഗതി. അത് അവരും മൃഗങ്ങളിലേക്കും ആക്കിയിട്ടുണ്ട്. ഒരുപാട് പേര് ഈ ചെറിയ നമ്മുടെ വെച്ചൂർ പശുക്കളൊക്കെ ഒരുപാട് തീറ്റ കൊടുക്കുന്ന ആൾക്കാരെ എനിക്കറിയാം. 4-5 വീട്ടിലത്തെ കഞ്ഞിവെള്ളം ചോറൊക്കെ വെച്ച് കൊടുക്കണ എനിക്കറിയാം. പക്ഷെ കണ്ടാൽ വെച്ചൂരാന്ന് പറയില്ല. ഏകദേശം ഒരു ചെറിയ ജേഴ്സിയുടെ അത്രയ്ക്കായി വലുപ്പമായിട്ടുണ്ട്. അപ്പോൾ ആ ചിന്താഗതി തീർത്തും തെറ്റാണ്. ഇത് നമ്മുടെ ഗിർ, ഗുജറാത്തിൻ്റെ അഭിമാനം. അതെ. ഗിർ 3 പശുക്കളും ഒരു കിടാരിയുണ്ട്. 2 കൊടുത്തു, 2 കുട്ടികളെ. പശുക്കുട്ടികളെ. അതുപോലെ ഓരോരുത്തർ ഇഷ്ടം പോലെ വന്ന് ചോദിച്ചിട്ട് നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ആൾക്കാരായ കാരണം കൊടുക്കാൻ താല്പര്യമില്ല. എന്നാലും അവർ നന്നായി നോക്കുന്നുള്ളതുകൊണ്ട് ചെറിയ വിലക്കാണ് കൊടുത്തത്. അതെ, ഇത് ദേശീയ ഗീറാണ് കേട്ടോ. ഒറിജിനൽ ഗീറല്ല, അത് ദേശീയ ഗീർ എന്ന് പറയും. ദേശീയ ഗീർ എന്ന് പറഞ്ഞാൽ ഒരു 10-12 ലിറ്റർ മാക്സിമം ഒരു ദിവസം. ഇതിനൊക്കെ ഒരു 12 ലിറ്റർ തന്നെ മാക്സിമം കിട്ടിയിട്ടുള്ളൂ എനിക്ക്. അവിടെ ഇതിലും കൂടുതൽ കിട്ടും കേട്ടോ. 15 കിട്ടും എന്നാണ് അവർ പറഞ്ഞത്. ഇത് നേരത്തെ കാണിച്ച ഗീറിന്റെ ആദ്യത്തെ കുട്ടിയാണത്. അതെ അതെ അതെ. ഇതിന് 2.5 വയസ്സ് കഴിഞ്ഞു. അത് തള്ള പശുവിനൊക്കെ വംശശുദ്ധി കൂടിയതാണത്. ഇത് അവിടുന്ന് വരുമ്പോഴാണ് ചെന്നൈയിൽ വന്നതല്ല. അതെ, ഇത് കുത്തിവെക്കാനായിട്ടുള്ളൂ. അതെ അതെ. ഹീറ്റ് കാണിച്ചു തുടങ്ങി. ഇത് ലോക്ക്ഡൗൺ സമയത്താണ് കാണിച്ചു തുടങ്ങിയത്. അപ്പൊ എനിക്ക് കുത്തിവെക്കാൻ പറ്റിയില്ല. ഇപ്പൊ കുത്തിവെച്ചിട്ടുണ്ട്. ചെന ഉറപ്പില്ല. 2.5 വയസ്സ് കഴിഞ്ഞു. ഇത് പുതിയ ആള് ഇവിടെ ഉണ്ടായ കുട്ടി തന്നെയാണോ? ഇത് ഇവിടെ ഉണ്ടായത് തന്നെയാണ്. ഇതിന് 2 വയസ്സ് കഴിഞ്ഞിട്ടുണ്ട്. അതെ അതെ. 2 വയസ്സ്. അപ്പൊ ഇനി ഹീറ്റ് ആവാൻ ഏകദേശം ഇനി എന്തായാലും ഒരു 6 മാസം കഴിയും. 6 മാസം കഴിയും അല്ലേ? ഇത് ഇവിടെ ഉണ്ടായത് തന്നെയല്ലേ? അതെ അതെ. അത് ഗുജറാത്തിൽ വരുമ്പോ തന്നെ ഇതായിരുന്നോ? അതെ അതെ. തന്നെയായിരുന്നു അല്ലേ? ഇങ്ങനെ എന്തൊക്കെ ഭക്ഷണങ്ങളാണ് ഇവർക്ക് കൊടുക്കുന്നത്? ഇവിടെ ഞാൻ നാടൻ രീതിയിലുള്ള തീറ്റയാണ്. പരുത്തിപ്പിണ്ണാക്ക്, ചോളപ്പൊടി, ഉഴുന്ന തവിട് കിട്ടുകയാണെങ്കിൽ അത് കൊടുക്കും. അല്ലെങ്കിൽ മറ്റേ സോയയുടെ തവിട്. അതെ. പിന്നെ പുല്ലും വൈക്കോലും. നാടൻ പുല്ലാണ് കൊടുക്കണത്. മറ്റേ CO3 അത് കൊടുക്കുന്നില്ല. നമ്മള് നാടൻ പുല്ലരിഞ്ഞ് അതെ അതെ കൊണ്ടുവന്നിട്ട് കൊടുക്കാണ്. വൈക്കോല് പിന്നെ നമുക്ക് ഇവിടെ കൃഷി ചെയ്തതുണ്ട്. അതെ അതെ. ഇതിലിപ്പോ ഈ സോയ തവിട് കൊടുക്കുമ്പോഴേ ശരിക്കും ഫാറ്റ് ഒരു പ്രശ്നം തന്നെയല്ലേ നേരത്തെ പറഞ്ഞ കാര്യം? അതെ അതെ. അത് നല്ല തവിട് കിട്ടണം. സോയ തവിടിൽ പല വെറൈറ്റി ഉണ്ട്, 2-3 വെറൈറ്റി ഉണ്ട്. നല്ലത് കിട്ടുമ്പോഴാണ് അത് നല്ലത് കൊടുക്കാറുള്ളൂ. ഇവർക്ക് എത്ര നേരം ഫുഡ് കൊടുക്കും? 2 നേരം. രാവിലെയും വൈകുന്നേരം. പിന്നെ കഞ്ഞിവെള്ളം കാര്യങ്ങളും അല്ലേ? കഞ്ഞിവെള്ളം നമ്മുടെ ഇവിടുത്തെ വീട്ടിലത്തെ മാത്രമേ ഉണ്ടാവുള്ളൂ. പുറമെ നിന്നും കൊണ്ടുവന്ന് കൊടുക്കാറില്ല. വേറൊരു കാര്യം ചോദിച്ചോട്ടെ, ഇവര് പാല് ഇപ്പൊ ഇവിടെ കറവയുള്ള പാല് എങ്ങനെയാണ്? അതിന്റെ വിപണനം എങ്ങനെയാണ്? അത് അത്യാവശ്യം പാല് കിട്ടുന്നുണ്ടായിരിക്കും. ലോക്കൽ സെയിലും ഉണ്ട്, കൊണ്ടു കൊടുക്കണമുണ്ട്. ആവശ്യക്കാർ കൊണ്ടു കൊടുക്കാണ്ട് ലോക്കൽ സെയിലും ഉണ്ട്. പിന്നെ നമ്മളെ മിൽമേല് കൊടുക്കുന്നുണ്ടോ? ഇല്ല കൊടുക്കുന്നില്ല. ഇല്ല. അപ്പൊ നമുക്ക് ഇതിന്റെ ഒരു മാർജിൻ കിട്ടുന്നുണ്ടോ? അതായത് നാടൻ പശുവിന്റെ പാല് കൊടുക്കുക എന്നുള്ള ഒരു മാർജിൻ ആണോ? അതോ സാധാ പാലിന്റെ വിലക്ക് തന്നെയാണോ? 100 രൂപ വരെ കിട്ടുന്നുണ്ട്. 100 രൂപ ലിറ്ററിന് 100 രൂപ. അതെ, ലിറ്ററിന് 100 രൂപ. കൊണ്ടു കൊടുക്കുകയാണെങ്കിൽ 120 രൂപയാണ് മേടിക്കുന്നത്. 120 മേടിക്കുന്നത് അല്ലേ? എന്തായാലും പാലിന് ആവശ്യക്കാരുണ്ട്. ഉണ്ട്, യാതൊരു സംശയമില്ല അല്ലേ? ഇത്രയും പശുക്കളിന്നേ ഇപ്പൊ നമുക്ക് കറവ ഏകദേശം ഒരു ദിവസം എത്ര ലിറ്റർ പാല് നമുക്ക് നാടൻ കണക്കാക്കാം? നമ്മളിപ്പോ 2-3 പശുവാണ് മിക്കവാറും എപ്പോഴും കറവയിലുണ്ടാവുക. അതൊരു
എന്താ പറയുക അനുപാതത്തിലാണ് പോണത്. ഒരേ സമയം എല്ലാ പശുക്കളെയും കറവയ്ക്ക് ആക്കാറില്ല. അപ്പോൾ ഒരു 1/3 ആയിട്ടാണ് കൊണ്ടുപോകാറ്. അപ്പോൾ നമുക്കൊരു രാവിലെ ഒരു 20 ലിറ്റർ വരെ ഉണ്ടാവും. അതല്ലേ, നാടൻ പശുവിന്റെ പാല് മാത്രം നമുക്ക് 20 ലിറ്റർ സൈവളൊക്കെ ഉള്ളതുകൊണ്ട് അതെ അതെ ആ ഒരു റേഞ്ചിലേക്ക് വരും. ഇനി നമുക്ക് ഇവിടുത്തെ ചാണകം എന്തൊക്കെയാണ് ചെയ്യുന്നത്, എന്താണ് അതിന്റെ കാര്യം? ചാണകം നമ്മൾ ചെയ്യുന്നത് ഖരജീവാമൃതമാണ് മെയിനായിട്ട് ചെയ്യുന്നത്. പിന്നെ ദ്രാവക രൂപത്തിലുള്ള ജീവാമൃതം അധിക ദിവസം ഇരിക്കാൻ പറ്റില്ല. എന്നിരുന്നാലും നമ്മൾ അതും ചെയ്യുന്നുണ്ട്. പഞ്ചഗവ്യം ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ പാല്, നെയ്യ്, മോര്, അങ്ങനത്തെ എല്ലാ ഐറ്റംസും ഉണ്ട്. പിന്നെ ഈ ചാണകം നിങ്ങൾ എങ്ങനെ വിൽപ്പന ചെയ്യുന്നുണ്ടോ, അതോ നിങ്ങൾക്ക് ഒരു വരുമാനമായിട്ട് ഉപയോഗിക്കുന്നത്? ചാണകവും ഉണക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. തണലിൽ ഉണക്കിയിട്ട് പൊടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് നാടൻ പശുവിന്റെ ഒരു വില കിട്ടുമോ, എങ്ങനെയാണത്? കിലോ 25 രൂപയ്ക്ക് കൊടുക്കുന്നത്. കിലോ 25 രൂപ. അതെ. അത് കൊണ്ടുപോകാൻ ആൾക്കാർ ധാരാളം പേരുണ്ട്. നഴ്സറിക്കാർ, അങ്ങനത്തെ ആൾക്കാരൊക്കെ ഇഷ്ടം പോലെ കൊണ്ടുപോകുന്നുണ്ട്. പിന്നെ ഈ ഗ്രോ ബാഗിൽ കൃഷി ചെയ്യുന്ന ആൾക്കാർ, പിന്നെ ഫ്ലാറ്റിലൊക്കെ ചെയ്യുന്ന ആൾക്കാരൊക്കെ കൊണ്ടുപോകുന്നുണ്ട്. പിന്നെ ഗോമൂത്രം മാറ്റിയിട്ട് അറക്കാന്ന് പറഞ്ഞിട്ടൊരു ഡിസ്റ്റിൽ ചെയ്തിട്ടുണ്ടാക്കുന്നത്. അതൊരു 4-5 തരം അറക്കുണ്ടാക്കുന്നുണ്ട്. പിന്നെ പൽപ്പൊടി, ഈ നേരത്തെ പറഞ്ഞ ഡിഷ് വാഷ്, പാത്രം ഉണ്ടാക്കുന്ന പൊടി, ഫ്ലോർ ക്ലീനർ, അങ്ങനത്തെ ഒരുവിധം ഒരു വീട്ടിലേക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും നമ്മൾ പറ്റാവുന്ന രീതിയിൽ ചെയ്യുന്നുണ്ട്. യാതൊരു സംശയമില്ല, 100% പറ്റും നമുക്ക്. അത് ചെയ്യാനുള്ള ഒരു മനസ്സുണ്ടായാൽ മതി. കഠിനാധ്വാനം ചെയ്ത വലിയൊരു യാതൊരു സംശയമില്ല, 100% വിജയമാണ്. ഇതൊക്കെ പറ്റുമെന്നൊക്കെ ചിലർക്ക് സംശയം തോന്നും. പക്ഷെ എനിക്ക് ആദ്യം സംശയം ഉണ്ടായിരുന്നു. ഗോഗംഗ എന്ന് പറഞ്ഞൊരു സ്ഥാപനമുണ്ട് കാസർഗോഡ്. അവരൊരു 150 പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നുണ്ട് ഈ നാടൻ പശുവിന്റെ പഞ്ചഗവ്യങ്ങൾ ഉപയോഗിച്ചിട്ട്. അവർക്ക് കേരളത്തിൽ ഒരു മാസം 1500 ലിറ്റർ ഗോമൂത്രം അവർക്ക് ചിലവാകുന്നുണ്ട്. 1500 ലിറ്റർ, അത് ലിറ്ററിന് 150 രൂപയ്ക്ക് അവർ കൊടുക്കണത്. എന്നിട്ട് 1500 ലിറ്റർ ഒരു മാസം ചിലവാകുന്നത് അവർ പറഞ്ഞു കേരളത്തില്. അപ്പൊ കർണാടകത്തിൽ എത്ര അവർക്ക് ചിലവാകും? കർണാടകത്തിൽ ബാംഗ്ലൂർ അവരുടെ മെയിൻ ആസ്ഥാനം. ഞാൻ അത്രയും എല്ലാ പ്രൊഡക്റ്റും അവർ സോപ്പ് ഉണ്ടാക്കുന്നുണ്ട്, ഹെയർ ഓയിൽ ഉണ്ടാക്കുന്നുണ്ട്, അതുപോലെ മസാജ് ഓയിൽ ഉണ്ടാക്കുന്നുണ്ട്. എല്ലാം ഉണ്ടാക്കുന്നുണ്ട്. ഒരു 150-ലധികം പ്രൊഡക്റ്റ്. ഈ അഗ്നിഹോത്രം ചെയ്യാൻ ചാണക വരളി, പിന്നെ മൃതദേഹം ദഹിപ്പിക്കാൻ ചാണക വിറക്. നമ്മൾ മരങ്ങളെ നശിപ്പിക്കണ്ട, വിറകിന് വേറെ നോക്കണ്ട, ഈ ചാണകം തന്നെ ഉപയോഗിച്ച് വിറകുണ്ടാക്കാം. അതൊക്കെ അവരുണ്ടാക്കുന്നുണ്ട്. അപ്പൊ അവരുണ്ടാക്കുമ്പോ നമുക്ക് എന്തുകൊണ്ടായിക്കൂടെ? നമുക്ക് അത്ര പറ്റിയില്ലെങ്കിലും ഒരു 4-5 ഐറ്റെങ്കിലും ഉണ്ടായിക്കൂടെ? ഒന്നും വേണ്ട, നമ്മൾ പേസ്റ്റ് മാറ്റി ഈ പൽപ്പൊടി വയ്ക്കാൻ മതി. പഴയ ആൾക്കാർ ഉമിക്കരി ഉപയോഗിച്ചാർന്നെ. നമ്മളിപ്പോ അതിനെ പുച്ഛിക്കും. പക്ഷെ ഓൺലൈനിൽ ഉമിക്കരിക്ക് എന്താ വില എന്ന് നോക്കി അറിയാം. 50 ഗ്രാമിന് 100 രൂപ വില. അപ്പൊ അതിന്റെ 1 കിലോന് എന്താ റേറ്റ് നമുക്കറിയാം. അതവർ ശ്രദ്ധിക്കില്ല, അത് ആൾക്കാർ ശ്രദ്ധിക്കില്ല. അപ്പൊ നമുക്ക് ഉണ്ടാക്കാനുള്ളൊരു മനസ്സുണ്ടായാൽ മതി. യാതൊരു സംശയമില്ല. നമുക്കും നല്ല രീതിയിൽ സ്വയം പര്യാപ്തമായിട്ട് ജീവിക്കാം നാടൻ പശുക്കളിലൂടെ അല്ലേ? നമുക്ക് അതായത് പറഞ്ഞത്, നമുക്ക് എന്തായാലും നിലം തുടയ്ക്കാൻ ഒരു മാസം എത്ര ഫ്ലോർ ക്ലീനർ ഒരു വീട്ടിലേക്ക് വാങ്ങും? നമുക്കത് ഉണ്ടാക്കിക്കൂടെ? അപ്പൊ അത് നമുക്കൊരു ലാഭം തന്നെയല്ലേ? പ്രത്യേകിച്ചും മലയാളികൾ പാല് മാത്രമാണ് ലാഭം എന്നുള്ള ഒരൊറ്റ കൺസെപ്റ്റാണ്. പാല് മാത്രമേ ഉള്ളൂ. മറ്റുള്ള മൃഗങ്ങൾ പാലുണ്ടാക്കുന്ന ഒരു യന്ത്രം മാത്രം, വേറെ ഒന്നും അതുകൊണ്ട് പറ്റില്ല. നേരെ മറിച്ച് നമ്മുടെ പശുക്കൾ അതല്ല, കാമധേനു തന്നെയാണ്. ശരിക്കും ആ വേദങ്ങളിലും പുരാണങ്ങളിലും പറയണ പോലെ ആഗ്രഹിക്കുന്നത് എന്തും നമുക്ക് തരുന്ന കാമധേനു തന്നെയാണ്. യാതൊരു സംശയമില്ല. സുഹൃത്തുക്കളെ, അപ്പോൾ നിങ്ങൾ നമ്മുടെ തിരുമേനിയുടെ ഗോശാല ഉണ്ടല്ലോ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഈ പശുക്കൾക്ക് വേണ്ടിയിട്ട് അദ്ദേഹം നോർത്ത് ഇന്ത്യ വരെ സ്വയം യാത്ര ചെയ്യുക, അവിടെ നിന്ന് കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവന്ന് അതിന് ഒരു മൂക്ക് കയർ പോലും ഇടാതെ വളരെ ശാന്തമായ രീതിയിൽ ഇവിടെ വളർത്തുന്നു. അതുമാത്രമല്ല, അതിൽ നിന്ന് എന്തൊക്കെ ഉൽപ്പന്നങ്ങൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുമോ? ഒരാൾ എത്രത്തോളം കഠിനാധ്വാനം ചെയ്തിട്ട് എത്രത്തോളം ഇത്തരം മൃഗങ്ങളെ സംരക്ഷിക്കുകയും നമ്മുടെ ഒരു പുരാതന കാലം മുതലുള്ള നമ്മുടെ ഒരു സംസ്കാരം എങ്ങനെയാണ് നമ്മൾ നിലനിർത്തേണ്ടത്, അല്ലെങ്കിൽ അതുമായി ഉപയോഗിച്ച് നമ്മുടെ ആരോഗ്യത്തെ ഏറ്റവും പെർഫെക്റ്റായിട്ട് എങ്ങനെ കൊണ്ടുപോകണം എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്
നിങ്ങളിപ്പോൾ കണ്ട ഈ ഒരു വീഡിയോ. നാടൻ പശുക്കൾ നമ്മുടെ ഒരു അവിഭാജ്യ ഘടകമായിരുന്നു. നമ്മുടെ നാട്ടിൻപുറങ്ങളിലെല്ലാം ഉണ്ടായിരുന്നു. കേരളത്തിലായാലും നോർത്ത് ഇന്ത്യയിലായാലും എവിടെയായാലും. ഇന്ന് വലിയൊരു വംശനാശ ഭീഷണി നേരിട്ട് കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിൽ തിരുമേനിയെപ്പോലെയുള്ള ഇത്തരം സംരക്ഷകർ നമ്മുടെ നാടിന് തന്നെ വലിയൊരു മാതൃകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഫിലിം കണ്ടിട്ട് എല്ലാവരിലേക്കും എത്തിക്കുക. നമ്മുടെ നാടിൻ്റെ ഒരു പാരമ്പര്യം എല്ലാ ആളുകളിലും ഉൾക്കൊള്ളട്ടെ. അതുമാത്രമല്ല, എന്ത് സംശയമുണ്ടെങ്കിലും, ഇനിയിപ്പോൾ നിങ്ങളുടെ വീട്ടിലൊരു പശു ഉണ്ടെങ്കിൽ, എന്തെങ്കിലും ഒരു ചെറിയ അസുഖമുണ്ടെങ്കിൽ പോലും തിരുമേനിയെ വിളിച്ചാൽ വളരെ സത്യസന്ധമായ രീതിയിൽ നിങ്ങൾക്ക് മറുപടി തരാൻ തയ്യാറായിട്ടുള്ള ഒരു വ്യക്തിയാണ്. അത് നിങ്ങളിൽ പലർക്കും അറിയാം തിരുമേനിയെ പറ്റി. അപ്പോൾ തീർച്ചയായിട്ടും തിരുമേനിയുടെ ഈ വീഡിയോ എല്ലാവരിലേക്കും എത്തിക്കുക. നിങ്ങൾക്ക് എന്ത് സംശയങ്ങളോ അല്ലെങ്കിൽ ഇവിടെ വന്ന് കാണേണ്ടവരോ അല്ലെങ്കിൽ ഇവിടുന്ന് എന്തെങ്കിലും ഒരു പശുവിനെ വാങ്ങേണ്ടവർ പോലും അദ്ദേഹത്തെ കോൺടാക്റ്റ് ചെയ്യാം. നമ്മുടെ വീഡിയോയിൽ നമ്മൾ നമ്പർ കൊടുക്കുന്നുണ്ട് പതിവ് പോലെ. എന്തായാലും ഇത്രയും കാലം തന്ന സപ്പോർട്ടോട് കൂടി തന്നെ നമ്മളുടെ കൂടെ ഉണ്ടാവുക. തിരുമേനിയെ പോലെയുള്ള കർഷകരെ നമുക്ക് വീണ്ടും മുഖ്യധാരയിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ട്. അതുവരെ അതിനോട് മുന്നോടിയായിട്ട് നിങ്ങളുടെ എല്ലാ സപ്പോർട്ടോടും കൂടി നമ്മുടെ ഓർഗാനിക് കേരളത്തിൻ്റെ കൂടെ തന്നെ